ആൺകുട്ടികളുടെ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കുന്നതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് വല്ല തെളിവുമുണ്ടോ? ഈ മുസ്ലിങ്ങളുടെ ആചാരത്തിന് എന്ത് അടിത്തറയാണുള്ളത് എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ടാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ മാത്രമല്ല അവർ പ്രമാണമായി കണക്കാക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, അത് വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും അതിൽ അനുവാദമാണെങ്കിലും മൂന്നും ഒരേപോലെ പ്രമാണമായി കണക്കാക്കുകയും അവ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പിന്തുടരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. ഒന്നാമതായി ഖിതാൻ എന്ന് പറയുന്ന ലിംഗാർഗ ചർമ്മഛേദനത്തിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നേർക്ക് നേരെ തെളിവ് കണ്ടെത്താൻ കഴിയില്ല എന്നത് ശരിയാണ്. എന്നാൽ ഖുർആൻ വളരെ പച്ചയായി പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു കർമ്മമാണ് ലിംഗാഗ്ര ചർമ്മഛേദം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ 123-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത് സുമ്മ ഔഹൈന ഇലൈക അനിത്തബഅ മില്ലത ഇബ്രാഹിം ഹനീഫ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ബോധനം നൽകിയിരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, സച്ചരിതരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃകയെ പിൻപറ്റണമെന്ന് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃകയെ പിൻപറ്റാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധനം നൽകി എന്ന വചനം പ്രസക്തമാണ് ഈ രംഗത്ത് പ്രത്യേകിച്ചും. ഇതേപോലെ തന്നെ ഖുർആനിൽ 60-ാമത്തെ അധ്യായം സൂറത്ത് മുംതഹനയിലെ 4-ാമത്തെ ആയത്ത് വളരെ കൃത്യമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃക അത് വിശുദ്ധമാണ് എന്നും ഒരു പ്രത്യേക കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ മാതൃക പിൻപറ്റപ്പെടേണ്ടതാണ് എന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിമ വല്ലദീന മഅഹു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃക പിൻപറ്റപ്പെടേണ്ടതാണ്. എന്നാൽ ഖുർആൻ തന്നെ ഈ ആയത്തിൽ തന്നെ പഠിപ്പിക്കുന്നത് പോലെ പിതാവിന് പുറത്തു കൊടുക്കണമെന്ന് ബഹുദൈവാരാധകനായ സൃഷ്ടിപൂജകനായ ഷിർക്ക് ചെയ്ത പിതാവിന് പുറത്തു കൊടുക്കണമെന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന ഒരിക്കലും മാതൃകാപരമല്ല എന്ന് ഖുർആൻ പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ബൈബിൾ പറയുന്നത്, ജൂതന്മാരുടെ തോറ പറയുന്നത്, ക്രൈസ്തവർ ഇന്ന് കൊണ്ട് നടക്കുന്ന പഴയ നിയമം പറയുന്നത് എല്ലാം അബ്രഹാം പ്രവാചകൻ നടപ്പാക്കിയ, അദ്ദേഹം പഠിപ്പിച്ച ഒരു കർമ്മമാണ് ലിംഗാഗ്ര ചർമ്മം ഛേദിക്കുന്ന പരിച്ഛേദന കർമ്മം എന്നാണ്. ഈ കർമ്മത്തെ കേവലം അബ്രഹാം പഠിപ്പിച്ച ഒരു ഏർപ്പാട് എന്നുള്ള നിലക്കല്ല വേദഗ്രന്ഥം പരിചയപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിലെ 10 മുതൽക്ക് ഉള്ള വചനങ്ങളിലാണ് ഇക്കാര്യത്തിലുള്ള കൽപ്പന നിങ്ങൾക്ക് കാണാൻ കഴിയുക. എനിക്കും നിങ്ങൾക്ക് ശേഷം നിന്റെ സന്തതിക്കും മധ്യതയുള്ള നിങ്ങൾ പ്രമാണിക്കേണ്ടതായ എൻ്റെ നിയമമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യം പഠിപ്പിക്കുന്നത്. നിങ്ങളിലെ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ചെയ്യണം എന്നാണ് ആ നിയമം. അത് എല്ലാവരും ചെയ്യണം. തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും ഇത് ചെയ്യണം എന്നാണ് അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയായി ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുന്നത്. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാണ് എന്നാണ് പറയുന്നത്. എല്ലാവരും, നിന്റെ മക്കളും അതോടൊപ്പം തന്നെ നിന്റെ കൂടെയുള്ള വേലക്കാരും നിന്റെ അടിമകളും എല്ലാവരും അത് ചെയ്യണം എന്നാണ് അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചതായി തോറ പഠിപ്പിക്കുന്നത്. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയുള്ള 17-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനത്തിൽ
തൻ്റെ 99-ാമത്തെ വയസ്സിൽ അബ്രഹാം ഈ പരിച്ഛേദന ചെയ്തു എന്നും ഇസ്മായിലിൻ്റെയും പരിച്ഛേദന, മകനായ ഇസ്മായിലിൻ്റെയും പരിച്ഛേദന അദ്ദേഹത്തിൻ്റെ 13-ാമത്തെ വയസ്സിൽ അബ്രഹാം നിർവഹിച്ചു എന്നുമുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അതിനുശേഷം ഈ പരിച്ഛേദന ചെയ്യാത്ത ആളുകളെ വിശുദ്ധരല്ലാത്ത അവിശുദ്ധരായ ആളുകളായിട്ടായിരുന്നു ആ സമൂഹം കണ്ടിരുന്നത് എന്ന് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. എസക്കിയേലിന്റെ പുസ്തകത്തിലെ 44-ാം അധ്യായത്തിൽ 9 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ അഗ്രചർമ്മികളായവർ അഥവാ പരിച്ഛേദന ചെയ്യാത്തവർ എൻ്റെ ഗ്രഹത്തിൽ, വിശുദ്ധ ഗ്രഹത്തിൽ കടക്കാൻ പാടില്ല എന്ന കൽപ്പന നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അബ്രഹാമിൻ്റെ മക്കൾ അത് ഇസ്മയേലും ഇസ്ഹാക്കുമാണ്. ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ പുത്രപാരമ്പര്യത്തിൽപ്പെട്ട ഇസ്രായേലിയർ, അത് ഇസ്രായേൽ സമൂഹം ഇന്നും ആ പാരമ്പര്യം തുടർന്നു വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിയർ, യഹൂദന്മാർ ഇക്കാര്യം വളരെ കൃത്യമായി ചെയ്തു വരുന്നത്. ആ യഹൂദനായിരുന്ന യേശു ക്രിസ്തു അദ്ദേഹം പരിച്ഛേദനയേറ്റതായി ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഇസ്രായേലിയർ ഇന്നും തുടർന്നു വരുന്ന ഏർപ്പാട്, അതേപോലെ തന്നെ അബ്രഹാമിന് കൊടുത്ത ആ ഒരു കൽപ്പന, അതിൻ്റെ പൂർണ്ണതയായി ഇസ്മയേലിന്റെ മക്കളായ അറബികളും അത് തുടർന്നു വന്നിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരെല്ലാം പരിച്ഛേദനയേറ്റവരായിരുന്നു എന്നാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസപ്രകാരം, മിദ്രാശ് പ്രകാരം, അവരുടെ മിദ്രാശ് ഇതേപോലെ തന്നെ വേദത്തിന്റെ വ്യാഖ്യാനമാണ്. ആദമിന്റെ 3-ാമത്തെ മകനായ സേത്തും, നോഹും, യാക്കോബും, യൂസുഫും, മോശയും, ഇയ്യോബുമെല്ലാം ജനിക്കുമ്പോൾ തന്നെ ഈ അഗ്രചർമ്മം ഛേദിക്കപ്പെട്ട് ജനിച്ച ആളുകളായിട്ടാണ് അവർ പരിചയപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു സമ്പ്രദായമായിരുന്നു ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അബ്ദുൽ മുത്തലിബ് 7-ാമത്തെ ദിവസത്തിൽ പേര് വിളിക്കുകയും അഗ്രചർമ്മം ഛേദിക്കുകയും സുന്നത്ത് ചെയ്യുകയും ചെയ്തു എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തുഹ്ഫത്തുൽ മൗലൂദ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് അറബികൾക്കിടയിൽ നിലനിന്നത് ഇബ്രാഹിമിന്റെ പാരമ്പര്യമുള്ള നിലക്കാണ്. ആ നിലക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് കൽപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട, ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, 5 കാര്യങ്ങളാണ് ഫിത്ര, ശുദ്ധപ്രകൃതി എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഖിത്താനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് ലിംഗാഗ്ര ചർമ്മം ഛേദിക്കുക എന്ന്. പിന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഗുഹ്യരോമം നീക്കം ചെയ്യലാണ്, മീശ വെട്ടലാണ്, നഖം വെട്ടലാണ്, കക്ഷത്തിലെ രോമം വടിക്കലാണ്. ഈ കാര്യങ്ങളാണ്. ഇതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ പ്രത്യേകമായി പുരുഷന്മാരുടെ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കുക എന്നത് സുന്നത്തായി തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ തീർച്ചയായും 2 വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. അത് വാജിബാണ്, നിർബന്ധമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിന്റെ വീക്ഷണം ഉൾക്കൊള്ളുന്ന ഒരുപാട് പണ്ഡിതന്മാരെയും കാണാൻ കഴിയും. എന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, അതൊരു വാജിബായി പറയാൻ കഴിയില്ല എന്ന അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കർമ്മമാണ് പരിച്ഛേദന എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തുടർന്ന് വന്നിട്ടുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉസ്വത്ത്, അത് പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്തുടരാൻ വേണ്ടി കൽപ്പിച്ചതിന്റെ ഭാഗമായി തന്നെ, ആ ഉസ്വത്തിന്റെ ഭാഗമായി പ്രവാചകൻ പഠിപ്പിച്ച കാര്യം കൂടിയാണത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളുമായി ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, അവരെ മുസ്ലിം സ്വഹാബിമാരാണെങ്കിലും താബികളാണെങ്കിലും എല്ലാം ആദ്യം തന്നെ അവർ പരിച്ഛേദന ചെയ്യാത്തവരാണെങ്കിൽ അവരെ പരിച്ഛേദന ചെയ്തിരുന്നു, ഖിതാൻ നടത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ത്യയിലെല്ലാം മാലിക് ദീനാറും കൂട്ടരും വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ സുന്നത്ത് ചെയ്തതായി പ്രത്യേകമായി കേരളീയമായ അന്തരീക്ഷത്തിൽ പ്രത്യേകമായി പറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ഖിതാനാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലേക്ക് കടന്നു വരുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ത്യയിലെ ഇസ്ലാം സ്വീകരിച്ച ഹിന്ദുക്കളെ അവരാദ്യമായി ഖിതാൻ ചെയ്ത് സുന്നത്തനുസരിച്ച് അവരുടെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ച് ആണ് ഇസ്ലാമിക സമൂഹത്തിലേക്ക് അവർ കടന്നു വന്നിരുന്നത്. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതായി വേദഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി 80-ാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഗ്രചർമ്മം ഛേദിച്ചു എന്ന് ബുഖാരിയും മുസ്ലിമും അഹ്മദുമെല്ലാം നിവേദനം ചെയ്ത ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വ്യക്തമാക്കിയ ആ ഇബ്രാഹിം നബിയിൽ നിന്ന് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ പ്രവാചകന്മാരിലൂടെ കൈമുണർന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്രത്തിന്റെ ഭാഗമായി പഠിപ്പിച്ച ഒരു കർമ്മമാണ് ലിംഗാഗ്ര ചർമ്മം ഛേദിക്കുക എന്ന കർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കുക. Allah